ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പം നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് 1988ലെയും 1989ലും UPSC ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Economic justice as one of the objectives of the Indian Constitution has been provided in the അതായത് സാമ്പത്തികപരമായിട്ടുള്ള നീതി അല്ലെ, സോഷ്യലി, എക്കണോമിക്കലി, പൊളിറ്റിക്കലി, സാമ്പത്തികമായി, സാമൂഹ്യപരമായി, രാഷ്ട്രീയപരമായി എന്നാണ് പറയുന്നത്. അത് എവിടെയാണ് ആ ഒരു ഒബ്ജക്റ്റീവ്, ആ ഒരു ലക്ഷ്യം, അത് എവിടെയാണ് എഴുതിയിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രിയാമ്പിളും നമ്മുടെ ആമുഖത്തിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കണം, ഒരു ക്ഷേമ രാഷ്ട്രമാക്കണം എന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ പ്രിയാമ്പിളിനകത്തും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്താണ് എക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, economic justice is mentioned in the Indian Constitution in Article 38 and 39. അത് എന്തിന്റെ ഭാഗമാണ്? നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP, നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാണ്. 38ഉം 39ഉമാണ്. ആർട്ടിക്കിൾ 38ഉം ആർട്ടിക്കിൾ 39 മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. The state should work to promote the welfare of the state. ജനങ്ങളുടെ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ്? രാജ്യം. എന്തിന്റെ? നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി, അതായത് ക്ഷേമത്തിന് വേണ്ടി വേണം. അതുപോലെ തന്നെ സോഷ്യൽ ഓർഡർ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ജസ്റ്റിസ് ഇൻക്ലൂഡിങ് നീതി. എങ്ങനെയുള്ള നീതി ആയിരിക്കണം? എക്കണോമിക് ജസ്റ്റിസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സോഷ്യലി, പൊളിറ്റിക്കലി എല്ലാ ഇതും ഉണ്ടായിരിക്കണം. ഇൻകത്തിന്റെ ബേസിലോ, സ്റ്റാറ്റസിന്റെ ബേസിലോ, ഓപ്പർച്യൂണിറ്റീസിന്റെ ബേസിലോ ഇൻഇക്വാലിറ്റീസ് പാടത്തില്ല. അപ്പൊ നമുക്ക് അറിയാവുന്നതാണ് അതിലും. പിന്നെ നമ്മുടെ പ്രിയാമ്പിൾ, നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്, അതേ കണ്ടോ, ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. അപ്പോൾ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSPയിലും നമ്മുടെ പ്രിയാമ്പിളിലുമാണ് എക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. The Constitution of India provides for the nomination of 2 members to the Lok Sabha by the President to represent. നമുക്കറിയാം, ലോക്സഭയിലേക്ക് 2 പേരെ പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാം. രാജ്യസഭയിലേക്ക് എത്ര പേരെ പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാം? 12 പേരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാം. രാജ്യസഭയിലേക്ക് 12 പേരെയും ലോക്സഭയിലേക്ക് 2 പേരെ നോമിനേറ്റ് ചെയ്യാം. ലോക്സഭയിലേക്ക് 2 പേരെ നോമിനേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? 331 ആണ് ആർട്ടിക്കിൾ. ഓർത്തിരിക്കുക. അത് എന്തിന്റെ ബേസിലാണ്? നമുക്കറിയാം, ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആണ് അല്ലെ. ഏതാണ്? ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആണ്. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ ദ നോമിനേഷൻ ഓഫ് 2 members ടു ദ ലോക്സഭ ബൈ ദ പ്രസിഡന്റ്. ആരാ അവരെ നോമിനേറ്റ് ചെയ്യുന്ന? പ്രസിഡന്റ് ആണ്. 2 പേര് ഫ്രം ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. രാജ്യസഭയിലേക്കാണെങ്കിൽ 12 പേരെ പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. A political party is recognized as a national party. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു നാഷണൽ പാർട്ടി, ഒരു ദേശീയ പാർട്ടി ആയിട്ട് കണക്കാക്കണമെങ്കിൽ എന്താണ് അവിടുത്തെ കണ്ടീഷൻ? എന്താണ്? If it is recognized as a political party in 4 or more states. 4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്റ്റേറ്റ്സിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കണം. അതൊരു 4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്റ്റേറ്റ്സിൽ അതൊരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചതാണ്. നാഷണൽ പാർട്ടി, ദേശീയ പാർട്ടികൾ ചോദിക്കാറുള്ളതാണ്. ഷുവറായിട്ടും ഓർത്തിരിക്കുക. Who among the following have a right to vote in the vice presidential election but not in the presidential election? നോക്കിക്കേ, നമ്മൾ പഠിച്ചതാണ് വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനകത്ത് നമ്മൾ പഠിച്ചതാണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും എലക്റ്റഡ്, അതുപോലെ തന്നെ നോമിനേറ്റഡ് മെമ്പേഴ്സ്. എലക്റ്റഡ് മെമ്പേഴ്സിനും നോമിനേറ്റഡ് മെമ്പേഴ്സിനും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ ആണെങ്കിൽ. പ്രസിഡന്റിന്റെ ഇലക്ഷൻ ആണെങ്കിൽ ലോകസഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമസഭകളെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെയും അതുപോലെ തന്നെ പുതുച്ചേരി, അതായത് പോണ്ടിച്ചേരി, ഡൽഹി, അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ളവർക്കും പ്രസിഡൻഷ്യൽ ഇലക്ഷനകത്ത് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ who among the following have a right to vote in the vice presidential election? വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ സാധിക്കും, പക്ഷെ പ്രസിഡന്റിന്റെ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ആർക്കാണ്? നമുക്കറിയാം, ഉത്തരം ഓപ്ഷൻ സി ആണ്. നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും എലക്റ്റഡ് മെമ്പേഴ്സിനും നോമിനേറ്റഡ് മെമ്പേഴ്സിനും വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ സാധിക്കും.
പക്ഷേ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരാൻ നേരത്ത് ലോക്സഭ, രാജ്യസഭയിലെയും എലക്ടഡ് മെമ്പേഴ്സിന് മാത്രം, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലെയും ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള എലക്ടഡ് മെമ്പേഴ്സിനും വോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. മിനിസ്റ്റേഴ്സ് ഹു ആർ നോട്ട് മെമ്പേഴ്സ് ഓഫ് ഐദർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് പറ്റുമോ? ഇല്ല. എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ അപ്പർ ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ്സ്, അത് രണ്ടുപേർക്കും പറ്റും അല്ലെ. അതായത് എലക്ടഡ് മെമ്പേഴ്സ് അപ്പർ ഹൗസിലെ രാജ്യസഭയിലെ എലക്ടഡ് മെമ്പേഴ്സിന് രണ്ടുപേരുടെ ഇലക്ഷൻ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. പ്രസിഡന്റ് ആയിക്കോട്ടെ, വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ. പക്ഷെ നോമിനേറ്റഡ് മെമ്പേഴ്സ്, തിരഞ്ഞെടുത്ത മെമ്പേഴ്സ്, അവരിലേക്ക് നമ്മൾ വരാൻ നേരത്തെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് വന്നിരിക്കുന്ന, നോമിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന മെമ്പേഴ്സിന് വൈസ് പ്രസിഡന്റിൽ മാത്രമാണ് അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഉത്തരം ഓപ്ഷൻ സി ആണ്. Who among the following has the right to speak and otherwise take part in the proceedings of either house of the parliament and to a member of any parliamentary committee in India but is not entitled to vote? അതായത് അവർക്ക് റൈറ്റ് ഉണ്ട്, എന്തിനുള്ള അവകാശങ്ങളുണ്ട്, അവർക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു സ്പീക്ക് ആ ഹൗസ് ഓഫ് ദ പാർലമെന്റ്, നമുക്കെല്ലാം ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്, പാർലമെന്റ് ഹൗസസ് എന്ന് പറയുമ്പോൾ അതിനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ പ്രൊസീഡിങ്സിൽ അതിന്റെ കാര്യങ്ങളിൽ, നടപടികളിലൊക്കെ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ നോട്ട് എൻറ്റൈൽഡ് ടു വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ്. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ്. രണ്ട് ഹൗസസിന്റെ പ്രൊസീഡിങ്സിലും പങ്കെടുക്കാം, പക്ഷെ വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ല. ഇമ്പോർട്ടന്റ് ആണ്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. 88ന്റെ ആൻസറും ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, The Indian Constitution closely follows the British parliamentary model. Assertion ആണ്. Reason, in India the upper house of the parliament has judicial powers. ഇതിന്റെ ആൻസർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. നമുക്കറിയാം എ ട്രൂ ആണ് അല്ലേ. അതായത് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലോസ്ലി ഫോളോസ് ദ ബ്രിട്ടീഷ് പാർലമെന്ററി മോഡൽ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്, ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ കണ്ടതാ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബ്രിട്ടീഷ് പാർലമെന്റുമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് കണക്ഷൻ ഉണ്ട്. പക്ഷെ അപ്പർ ഹൗസ്, ദാറ്റ് ഇസ് രാജ്യസഭയ്ക്ക് ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ടെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഉത്തരം ഓപ്ഷൻ സി ആണ്. എ ഈസ് ട്രൂ, പക്ഷെ ആർ ഈസ് ഫോൾസ്. ഓക്കെ. In a political party of 36 members, 36 പേരുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. The minimum number of members needed to split for disqualifying the original political party as per anti-defection law. കൂറുമാറ്റം അല്ലെ, anti-defection law. അത് പ്രകാരം the minimum number of members needed to split for disqualifying the original party. ഒറിജിനൽ പാർട്ടിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ എത്ര മെമ്പേഴ്സിനെ ആവശ്യമുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 12. അതായത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 12 പേരെയാണ്. 12 ആണ് അതിന്റെ ആൻസർ ആയിട്ട്. അതായത് ഇതിന്റെ 1/3, നമുക്കറിയാം 36ന്റെ 1/3 ആണ് 12 എന്ന് പറഞ്ഞത്. അതായത് 1/3 ആൾക്കാരുടെ ഒരു ഇത് അവിടെ വേണം ഡിസ്ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി. എന്തിന്? ആന്റി ഡിഫെക്ഷൻ ലോ പ്രകാരം ഡിസ്ക്വാളിഫൈ ചെയ്യാൻ 1/3 ആണ് അവിടെ ആവശ്യമായിട്ട് വേണ്ടത്. ഓക്കെ. If the Speaker of the State Legislative Assembly decided to resign, നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആട്ടോ, സംസ്ഥാന നിയമസഭകളിലേക്ക് വരുമ്പോൾ അതിന് സ്പീക്കർ ഉണ്ട്. അപ്പൊ ആ സ്പീക്കർക്ക് റിസൈൻ ചെയ്യണമെങ്കിൽ, രാജിവെക്കണമെങ്കിൽ, ആ രാജിക്കത്ത് റെസിഗ്നേഷൻ ലെറ്റർ ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? നമുക്കറിയാം ഗവർണർക്കാണ്. നമുക്ക് മാറിപ്പോവരുത് കേട്ടോ. ഇന്നലെ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടതാ. ലോവർ ഹൗസ് ഏതാ? ലോക്സഭ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ സ്പീക്കർ റെസിഗ്നേഷൻ കൊടുക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് വരുമ്പോൾ സ്പീക്കർ റെസിഗ്നേഷൻ, രാജിക്കത്ത് കൊടുക്കേണ്ടത് ഗവർണർക്കാണ്. ഓക്കെ. The first leader of the opposition to get recognition in the Indian Parliament. ഇന്ത്യൻ പാർലമെന്റിൽ ഓപ്പോസിഷൻ, പ്രതിപക്ഷത്തിൽ നിന്നുള്ള ആദ്യത്തെ ആള് ആരായിരുന്നു? നമുക്കറിയാം. ഉത്തരം ഓപ്ഷൻ ബി, രാം സുബാങ്ക് സിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആൻസർ. The first leader of the opposition to get recognition in the Indian Parliament was രാം സുബാങ് സിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ, അത് ചെക്ക് ചെയ്തിട്ട് താഴെ കമന്റ് ആയിട്ട് എഴുതിയേക്കാം. 42 ഉത്തരം ഓപ്ഷൻ ബി ആണ്. No money bill can be introduced in the legislative assembly without the recommendations of the. ആരുടെ റെക്കമെൻഡേഷൻ ഇല്ലാതെ നമുക്ക് മണി ബില്ല് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നമുക്ക്
ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അവതരിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്കറിയാം ആരാണ്? ഗവർണറാണ്. ഗവർണറിന്റെ ഇത് വേണം. ഓക്കെ, അപ്പൊ ഗവർണറിന്റെ റെക്കമെൻഡേഷൻ വേണം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. The 42nd amendment to the Indian Constitution is notable because എന്തുകൊണ്ടാണ് അതിന് കൂടുതൽ ഒരു ഇത് വരുന്നത്? 42nd amendmentന് കൂടുതൽ ഒരു ഇത് വരുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. നമ്മൾ കണ്ടു, പ്രൈമസി ടു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓവർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് വരുന്നത്. നമ്മുടെ PSC ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു, ഓപ്ഷൻസ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പാർട്ടാണെന്നൊക്കെ പറഞ്ഞ് UPSCയുടെ ഒരു PYQ നമ്മൾ കണ്ടതാണ്. ഓക്കെ, Which among the following is not a part of electoral reforms? തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളുടെ ഭാഗമല്ലാതെ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Which of the following is not a part of electoral reforms? Electoral reforms എന്ന് പറഞ്ഞാൽ എന്താ? തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ. അതിന്റെ ഭാഗമായി വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസ്റ്റാളേഷൻ ഓഫ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് എന്നാണ് അവർ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഉത്തരം ഓപ്ഷൻ സി ആണ് അവർ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 1989 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് പോയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വന്നിരിക്കാം. അപ്പൊ നിലവിൽ അവർ ആൻസർ കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റാളേഷൻ ഓഫ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ആണ്. ഇത് 1989 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, ഓൾ ഇന്ത്യ സർവീസ് ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ. ഓൾ ഇന്ത്യ സർവീസ് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം പാർലമെന്റ് ആണ്. പാർലമെന്റിനാണ് പവർ വരുന്നത്. ഓൾ ഇന്ത്യ സർവീസ് പാർലമെന്റ് ആണ്. ഫിനാൻസ് കമ്മീഷൻ എയിംസ് ടു സേഫ് ഗാർഡ് ദ ഫിസിക്കൽ ഓട്ടോണമി ഓഫ് ദ സ്റ്റേറ്റ്സ് ആണ് അസേർഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. അവരുടെ എയിംസ്, ലക്ഷ്യം എന്താണ്? ഒരു സ്റ്റേറ്റിന്റെ ഫിസിക്കൽ ഓട്ടോണമി സേഫ് ഗാർഡ് ചെയ്യുക, സംരക്ഷിക്കുക. ഫിനാൻസ് കമ്മീഷൻ ഇസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എവരി 5th ഇയർ. ഓരോ 5 വർഷം കൂടുമ്പോഴാണ് അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. എയും ആറും ശരിയാണ്. പക്ഷെ ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ആണോ ഈ തന്നിരിക്കുന്ന റീസൺ? ഇതിന്റെ ഒരു ഉത്തരമായിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റൂ? ഇല്ല. ഫിനാൻസ് കമ്മീഷൻ 5 വർഷം കൂടുമ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ സ്റ്റേറ്റ്സിന് അവരുടെ ഫിസിക്കൽ ഓട്ടോണമി സേഫ് ഗാർഡ് ചെയ്യുന്നത് ഇവരുടെ ഒരു ലക്ഷ്യമാണ്. അതിന്റെ റീസൺ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷെ രണ്ടും ശരിയാണ്. ഓക്കെ, അപ്പോ ഇത് ഒരുപാട് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയതുകൊണ്ട് ചിലതൊക്കെ നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷൻ വെച്ച് കറക്റ്റ് ആൻസർ ആവണമെന്നില്ല. അപ്പൊ ചിലപ്പോൾ അത് ഡിലീറ്റ് ആയ ആ കാലത്ത് തന്നെ പോയിരിക്കും. അപ്പൊ അതിന് എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ആയിട്ട് കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോ നമ്മൾ കാണുന്നതാണ്, പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ഇതിനകത്തുള്ള പല ക്വസ്റ്റ്യൻസ് ഇപ്പോഴും PSC ചോദിക്കുന്നതാണ്. അപ്പൊ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.